പാലക്കാട് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. ഷാഫി വിഭാഗത്തിനെതിരെ ആരോപണവുമായി എതിർവിഭാഗം. KSU ആലത്തൂർ മണ്ഡലം ഗ്രൂപ്പിലാണ് തമ്മിലടി. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരോപണം ഉയർന്നു. അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് ആരോപണം. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. വലിയ ആവേശത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ വിജയിപ്പിക്കുന്നു. അയാളെ കാരണം ഇപ്പോൾ നാട്ടിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസ്സുകാർക്ക്. സച്ചിൻ, ഷമി പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വലിയ പ്രതിസന്ധിയിലായത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം സംസ്ഥാന നേതൃത്വവും അതേപോലെ തന്നെ അഖിലേന്ത്യാ നേതൃത്വമൊക്കെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ ചതിച്ചു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക പരാമർശങ്ങളും അതേപോലെ തന്നെ ലൈംഗിക ചൂഷണത്തിനിരയായി എന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളും തെളിവുകളും ഒക്കെ പുറത്തു വരുന്നത്. ഇതിൽ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പ്രതിസന്ധിയിലായി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടികളടക്കം പാലക്കാട്ടെ കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ പ്രവർത്തകരും ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ ഏക MLA-ക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളും തെളിവുകളും പുറത്തു വന്നത്. അതിനാൽ തന്നെ ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഇനി എന്ത് മറുപടി പറയും എന്ന ഒരു വലിയ ചിഹ്നം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തമ്മിലടിയും വാക്കേറ്റവും അടക്കം പാലക്കാട് ജില്ലയിൽ രൂക്ഷമായിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയാനുള്ളത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഔദ്യോഗികമായ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ അടക്കം ഗ്രൂപ്പുകളിൽ ഷാഫിക്കെതിരെയും മാങ്കൂട്ടത്തിനെതിരെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തിരിച്ചുപിടിക്കും തൃത്താല എന്ന തൃത്താലയിലെ VT ബൽറാമിൻ്റെ നേതൃത്വത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ വലിയ രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാമർശമുണ്ടായി. ഇത് അവസാനം കയ്യാങ്കളിയിൽ എത്തി എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും തെളിവുകൾ പുറത്തു വന്നതിനെതിരെയുള്ള ചില പ്രവർത്തകർ കമൻ്റ് ഇട്ടു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ച നടന്നു. ഒടുവിൽ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് മുൻ MP-യുമായിട്ടുള്ള നേതാവിൻ്റെ മകൾക്കടക്കം ഇത്തരത്തിൽ വാട്സപ്പിൽ രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നൊരു പ്രവർത്തകൻ ആരോപിച്ചു. ഇത് മണ്ഡലം കമ്മിറ്റി യോഗത്തിലടക്കം ചർച്ച വന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വാട്സപ്പിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഷാഫിയെയും അതുപോലെ തന്നെ രാഹുലിനെയും അനുകൂലിക്കുന്നവർ യോഗത്തിൽ പറഞ്ഞു. തുടർന്നാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും പറയാനുള്ളത് പാലക്കാട്ടെ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ സുജു ടി ബാബു അടൂരിൽ നിന്നും പറഞ്ഞതുപോലെ തന്നെ 10 ദിവസത്തോളമായി പാലക്കാട്ടെ MLA കാണാതായിട്ട് എന്നാണ് നിലവിൽ പാലക്കാട്ടെ CPM-കാരും BJP-കാരും അതേപോലെ തന്നെ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ വേണ്ടി ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുലിന് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ പാലക്കാട്ടെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പാലക്കാട്ടെ കോൺഗ്രസിനാണ്. MLA സ്ഥാനം രാജിവെക്കാത്തത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയും പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഷമ്മി, സച്ചിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.